തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടം. 2 വള്ളങ്ങളാണ് മറിഞ്ഞത്. എല്ലാവരെയും രക്ഷപ്പെടുത്തി. പെരുമാതുറയിലെയും പുതുക്കുറിച്ചിയിലെയും വള്ളങ്ങളാണ് മറിഞ്ഞത്. അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നത് ആശ്വാസകരമാണ്. എപ്പോഴായിരുന്നു സംഭവം? അരുൺ, ഇന്ന് രാവിലെയാണ് മുതലപ്പുഴയിൽ വീണ്ടും അപകടം സംഭവിച്ചിരിക്കുന്നത്. 6:30 മണിയോടുകൂടിയാണ് ആദ്യത്തെ അപകടം. ഇതിനുശേഷം 7:30 രണ്ടാമത്തെ വള്ളവും മറിയുകയാണ്. ആദ്യത്തെ അപകടം സംഭവിക്കുന്ന 6:30 തന്നെ പുതുക്കുറിച്ചിയിലെ ഒരു വള്ളമാണ് മറിഞ്ഞത്. പുതുക്കുറിച്ചി സ്വദേശിയായിട്ടുള്ള കബീറിൻ്റെ വള്ളവും. അതിനുശേഷം തൊട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ 7:30 മണിയോടുകൂടി തന്നെ പെരുമാതുറ സ്വദേശിയായിട്ടുള്ള സഹീറിൻ്റെ വള്ളവും മറിയുന്നു. ഇരു വള്ളങ്ങളിലുമായിട്ട് 7 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെ കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ മറൈൻ എൻഫോഴ്സ്മെൻറ്റും ചേർന്ന് ഇവരെ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവരെ തൊട്ടടുത്ത ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച മുതലപ്പുഴയിൽ ഒരു അപകടം സംഭവിച്ചിരുന്നു. ആ അപകടത്തിൽ 4 പേര് അപകടത്തിൽപ്പെട്ടിരുന്നു. എന്നാൽ ആ അപകടത്തിൽ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കോസ്റ്റൽ പോലീസിനും അതുപോലെ തന്നെ മറൈൻ എൻഫോഴ്സ്മെൻറ്റ് തിരച്ചിലിൽ. ഈ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പുതുക്കുറിച്ചിയിലെ തീരത്ത് ബെനഡിറ്റ് എന്ന് പറയുന്ന 5 തെങ്ങ് സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതോടുകൂടി തന്നെ ഈ വർഷം 4 മരണങ്ങളാണ് മുതലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മുതലപ്പുഴ എപ്പോഴും ഒരു മരണ തുരുത്തായി മാറിയിരിക്കുകയാണ്. 2024 മെയ് ആദ്യ വാരം കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ 125 അപകടങ്ങൾ മുതലപ്പുഴയിൽ മാത്രം സംഭവിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ 73 മരണങ്ങളാണ് മെയ് ആദ്യവാരത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ മുതലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ 700ഓളം മത്സ്യത്തൊഴിലാളികൾ പരിക്കേറ്റും അതുപോലെ തന്നെ മറ്റു ദുരിതവും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് മുതലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഇന്ന് പുലർച്ചെയും മത്സ്യബന്ധനത്തിന് പോകവെയാണ് ഈ പുതുക്കുറിച്ചിയിലെയും അതുപോലെ തന്നെ ഈ പെരുമാതുറയിലെയും 2 വള്ളങ്ങൾ മുതലപ്പുഴയിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത്. ശക്തമായ കാറ്റുണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ അപകടത്തിൽപ്പെടുകയും 7 പേരെയും ഉടൻ തന്നെ രക്ഷപ്പെടുത്തി ഇവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അരുൺ, ഓക്കെ, അരുൺ സോളമനാണ് നമുക്ക്. അരുൺ സോളമൻ തുടരണം. അരുൺ സോളമനെ ഞാൻ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താം. അരുൺ സോളമൻ നമ്മുടെ ടീമിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുതിർന്ന പത്രപ്രവർത്തകനാണ്. അരുൺ സോളമൻ ഇവിടെ വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാനിത് ഫോർത്ത് എന്ന് പറയുന്ന വെബ് ചാനലിലായിരുന്നു വർക്ക് ചെയ്യുന്നത് 2 വർഷം. ഓക്കെ, അതിനുശേഷമാണ് റിപ്പോർട്ടറിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് അതിന് മുൻപ് മംഗളത്തിലായിരുന്നു. അതെ, അരുൺ സോളമൻ ഇനി അങ്ങോട്ട് നമ്മളുടെ വാർത്താ സംഘത്തിൻ്റെ ഭാഗമാണ്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് തിരുവനന്തപുരത്ത് നടന്ന പുതുക്കുറിച്ചിയിലെയും പെരുമാതുറയിലെയും 2 വള്ളങ്ങൾ അപകടത്തിൽപ്പെട്ട വാർത്തയാണ്. അരുൺ സോളമനാണ് വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.